പുഷ്പ ദ റൂളറാണ് സെർച്ച് ചെയ്തപ്പോഴാണ് ഈ ഞെട്ടിക്കുന്ന സത്യം ഞാൻ കണ്ടത്. ബാലയ്യക്കും റൂളർ എന്നൊരു പടം ഉണ്ടെന്ന്. നാട്ടിലാകെ വെട്ടും കുത്തും പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത് കാരണം സമാധാനം പോയപ്പോ മന്ത്രിമാരെ കൂടി ഇതിനൊരു അവസാനം കാണാൻ ചർച്ച ചെയ്യുകയാണ്. അപ്പോഴാണ് ഒരു കിടിലൻ ഐഡിയയുമായി പ്രകാശ് രാജ് അങ്ങോട്ട് വരുന്നത്. നമുക്കിനി കൃഷി ചെയ്യാം. ആ കിടിലൻ ഐഡിയ കേട്ടതോടെ CM പുള്ളി അഭിനന്ദിക്കും. ഗുഡ് ജോബ്. എല്ലാവരും അങ്ങോട്ട് നന്നായിക്കോട്ടെ എന്ന് കരുതി 5000 ഏക്കർ സ്ഥലം കൃഷി ചെയ്യാൻ കൊടുക്കും. എന്നാലും കൃഷി എങ്ങനെയാണോ അതെല്ലാം നടക്കും കുട്ടി. പെട്ടെന്ന് എവിടെ നിന്നോ ഒരു കൈ അങ്ങോട്ടേക്ക് പൊങ്ങി വരും. യെസ്, ഇത് നമ്മുടെ ബാലയ്യയുടെ കൈയാണ്. സ്റ്റേജിൽ വെച്ച് ആരുടെ തലക്ക് ഫോൺ അറിഞ്ഞെന്നും പറഞ്ഞ് പുള്ളിയെ ആരോ തല്ലി ഓടിച്ചു വിട്ടാണ്. ഇനി ആത്മഹത്യ മാത്രമാണ് ഒരു പരിഹാരമുള്ളൂ എന്ന് പറഞ്ഞ് പുള്ളി ഒരു കാറിനെ മുമ്പിലേക്ക് എടുത്ത് ചാടും. ആ കാറാണെങ്കിൽ വെട്ടിച്ചു മാറ്റി പുള്ളിയെ സേവ് ആക്കും. കാറ് തന്നെ ഇങ്ങോട്ട് വന്ന് ഇടിക്കാത്തത് കൊണ്ട് ബാലയ്യ കാറിന്റെ അടുത്ത് നിന്ന് കാറിന്റെ ഫ്രണ്ടിലേക്ക് ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കും. പാവം മനുഷ്യൻ. അത് കണ്ട് ബിസിനസ്സുകാരിയായി ചേച്ചി പുള്ളിയെ രക്ഷിക്കും. തൊട്ടടുത്ത സീൻ ഈ പുള്ളിക്കാരിയും മടിയാവും. അതെങ്ങനെയാ, നല്ലവരെ ദൈവം നേരത്തെ ഇവര് ചത്തില്ലേ. പുള്ളിക്കാരിക്ക് ചെറിയൊരു ഹാർട്ട് അറ്റാക്ക്, വേറെ സീനൊന്നുമില്ല. നേരെ ICUലേക്ക് കയറ്റും. ആ ഒരു സിറ്റുവേഷനിലും നമ്മുടെ ചേച്ചി ചോദിച്ചത് ബാലയ്യക്ക് എങ്ങനെ ഉണ്ടെന്നാണ്. അപ്പൊ തന്നെ നൈസ് കട്ടന്റെ പുറകിൽ കുഴിമന്തി വെച്ച് കിടന്നുറങ്ങുന്ന ബാലയ്യയെ കാണിച്ചു കൊടുക്കും. ഈ ചേച്ചിയെ തീർക്കാൻ പുള്ളിക്കാരിയുടെ കൂടെ ഉള്ളവർ തന്നെ ശ്രമിക്കുകയാണ്. അത് അവിടെയുള്ള ഒരു മെയിൽ നൈസിനെ ഉപയോഗിച്ച് അവൻ ചേച്ചിയുടെ ഓക്സിജൻ ട്യൂബ് കെട്ടിയും. എന്നിട്ട് ഇവനൊക്കെയാണല്ലോ ഒരു കാര്യം ഏൽപ്പിച്ച. അപ്പോഴേക്കും ചേച്ചി ഒരു കമ്പി കഷ്ണം എടുത്ത് കുഴിമന്തി വെച്ച് കോമയിലായിരുന്ന ബാലയുടെ തലക്കിടും. അപ്പൊ തന്നെ ബാലയെ കണ്ണോർന്ന് ചേച്ചി രക്ഷിക്കും. എന്നിട്ട് പുള്ളി വീണ്ടും കട്ടിലിൽ പോയി കിടന്നുറങ്ങും. വെറുതെ ഇരിക്കുമ്പോൾ ഒരു ബുക്ക് വായിക്കാനുള്ള മടുപ്പ് കാരണം വായിക്കാതെ ഇരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് കുക്ക് FM. റൂത്തിന്റെ ലോകം, ഫ്രാൻസിസ് സിറ്റിക്കോര പോലെയുള്ള ത്രില്ലർ കാറ്റഗറി ബുക്സ് മ്യൂസിക്കോട് കൂടി ആരെങ്കിലും വായിച്ചിരുന്ന് കേൾക്കാൻ തന്നെ നല്ല ഫീലാണ്. അങ്ങനെ ഒട്ടനവധി ബുക്സ് നിങ്ങൾക്ക് കുക്ക് FM-ൽ കിട്ടും. ഇപ്പോൾ ഡൗൺലോഡ് ചെയ്താൽ ഫ്രീ ആയിട്ട് 7 ദിവസത്തെ ട്രെയിലും കിട്ടുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഏത് ബുക്ക് വേണമെങ്കിലും കേൾക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ താഴത്തെ ലിങ്കിൽ കയറി കുക്ക് FM ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബാലയ്യക്ക് പുള്ളി ശരിക്കും ആരാർന്നൊന്നും ഓർമ്മയില്ല. സോ ചേച്ചി പുള്ളിയെ മകനായിട്ട് ദത്തെടുക്കും. 60 വയസ്സുള്ള ചേച്ചിക്ക് 59 വയസ്സുള്ള മകൻ. കേൾക്കാനൊരു രസമുണ്ടല്ലോ. അങ്ങനെ 2 വർഷങ്ങൾക്ക് ശേഷം ഒരു ഫോറിനറോട് മിസ്ബിഹേവ് ചെയ്തെന്നും പറഞ്ഞ് അവിടുത്തെ മാനേജർ ഒരു പാവപ്പെട്ട പെണ്ണിനെ പറഞ്ഞുവിടും. അവളാണെങ്കിൽ അപ്പം തന്നെ പോയി ആത്മഹത്യ ചെയ്യാൻ നോക്കും. പക്ഷേ ഇവളെ രക്ഷിക്കാൻ ഒരാൾ പറന്നു വരും. സാക്ഷാൽ ടോണി സ്റ്റാർക്ക്. അല്ല, ഇതേത് സ്റ്റാർക്ക്? ബഡ്ജറ്റിന്റെ പ്രശ്നം മൂലം ടോണി സ്റ്റാർക്കിന് എത്തിച്ചേരാൻ സാധിച്ചില്ല. അത് ഞാനൊരു 100 കോടി ചോദിച്ചു തന്നില്ല. അത് പോട്ടെ, നിന്റെ ഒരു 9 ഉണ്ടോ ചവിടിക്കാൻ? അതുകൊണ്ട് പുള്ളിയുടെ അനിയൻ വോണി ഷാക്കിറിനെയാണ് അയച്ചിരിക്കുന്നത്. അതെന്തൊക്കെയാണെങ്കിലും തന്റെ കമ്പനിയിൽ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ അപ്പൊ തന്നെ ഹെലികോപ്റ്റർ എടുത്ത് പുള്ളി എത്തി. അവളെ ഹെലികോപ്റ്റർ തൂങ്ങി കിടന്ന് ബാലയെ രക്ഷിച്ചു. സാർ, ഞാനൊരു സ്ട്രീറ്റ് ലൈറ്റ് ഫോട്ടോഗ്രാഫറാണ്. ക്യാഷ്വൽ ആയിട്ട് ഒന്ന് നടന്നു വരാമോ? ക്യാഷ്വൽ നടക്കാം. വാവ്, കിടിലം. എന്നിട്ട് പുള്ളിയ മാനേജറിനെ ഫോറിനറിനെ നിർത്തി പൊരിക്കും. സാക്ഷാൽ സുരേഷ് ഗോപി സ്റ്റൈലിൽ. പിന്നെ ഫോറിനറിനോട് ഇംഗ്ലീഷിൽ ബാലയ്യ എന്തോ പറയും. അത് കേട്ട പാടെ പുള്ളി ഇറങ്ങി ഓടും. ചേച്ചിയുടെ ബിസിനസ് എല്ലാം നോക്കിയെടുത്തുന്നത് മകൻ ബാലയ്യാണ്. പക്ഷെ ഇവരുടെ കമ്പനി ഒന്നാമതെത്തുന്നത് സഹിക്കാത്ത ഇവള് ബാലയ്യയുടെ പ്രസന്റേഷന് വേണ്ടിയുള്ള പെൺഡ്രൈവ് അടിച്ചു മാറ്റാൻ ബാലയ്യയുടെ കൂടെ കൂടും. ബാലയ്യ ആരാ മോൻ? പുള്ളിക്ക് ഇതൊക്കെ നേരത്തെ അറിയാറുണ്ട്. അവളോട് ബാലയ്യ പെൺഡ്രൈവ് എടുത്തോളാൻ പറയുമ്പോൾ അവള് ബാലയ്യോട് സോറി പറഞ്ഞ് ഫ്രണ്ട്സ് ആവാന്ന് പറയും. എന്നിട്ട് മൂക്ക് തിരുമിയിട്ട് അത് ബാലയ്യയുടെ കൈ തേക്കും. ബാലയ്യ അങ്ങനെ എയർപോർട്ടിലൂടെ പോകുമ്പോൾ പെട്ടെന്ന് ഒരു പെൺകൊച്ചിനെ കാണും. ബാലയ്യ അപ്പൊ തന്നെ ഫോൺ എടുത്ത് എന്നിട്ട് പുള്ളിക്കാരിയുടെ ഒരു ഫോട്ടോ എടുത്ത് 2 ഫോട്ടോ എടുത്തു. 3, 4, 5, 6. ഇതെന്തോന്നിനത് ആൽബം ഉണ്ടാക്കാനാ? ഇയാളെന്തോ ഒരുമാതിരി പെണ്ണുങ്ങളെ കാണാത്ത. പുള്ളിയാണെങ്കിൽ ഇത് വീട്ടിൽ കൊണ്ടുപോയി TV-യിൽ സൂം ചെയ്ത് കാണും. പക്ഷെ ബാലയ്യക്ക് ഫസ്റ്റ് സൈറ്റിൽ തന്നെ അവൾ ഇഷ്ടപ്പെട്ടു. പണ്ട് ആൾക്കാരെല്ലാം കൃഷി ചെയ്ത് നന്നാവാൻ പ്രകാശ് രാജ് കൊടുത്ത സ്ഥലം അവിടെ ഉള്ളവരെ ഒഴിപ്പിച്ച് സ്വന്തമാക്കാൻ നടക്കുകയാണ് പ്രകാശ് രാജിന്റെ അനിയൻ ഭവാനി. ബിക്കോസ് ഭവാനിയാണ് ഈ പടത്തിലെ വില്ലൻ. എല്ലാവരും കൃഷി ചെയ്ത് നന്നായപ്പോ അവൻ കൃഷി ചെയ്യാൻ പോയില്ല. കൃഷി ഐ ഡോണ്ട് ലൈക്ക്. അവൻ കാരണം ഗ്രാമത്തിലെല്ലാരും കഷ്ടപ്പെടുകയാണ്. പണ്ടൊരു പ്രൊജക്ട് ഈ സ്ഥലത്ത് തുടങ്ങാൻ ചേച്ചി വന്നപ്പോ പുള്ളിക്കാരിയെ ഭവാനി തല്ലി ഓടിച്ചാർന്നു. അങ്ങനെയാണ് പുള്ളിക്കാരിക്ക് ഹാർട്ട് അറ്റാക്ക് വരുന്നത്. കാര്യം അറിഞ്ഞ ബാലയ്യ ദേഷ്യം കൊണ്ട് അവിടെയുള്ള ഗ്ലാസ് നെക്കി പൊട്ടിക്കും. ഇത് നമ്മുടെ ഗ്ലാസ്സാടാ. എന്നിട്ട് ബാലയ്യ ഭവാനിയെ ഫോൺ വിളിക്കും. പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ അന്ന് പൂജക്ക് ബാലയ്യയെ കണ്ട് ആ ഗ്രാമത്തിൽ ഒരാൾ ഓടും.
പുള്ളിയാണെങ്കിൽ അയാളുടെ പുറകെ ഓടും. അപ്പോഴേക്കും അമ്മയെ ഭവാനിയുടെ ആൾക്കാർ ആക്രമിക്കുന്നത് ബാലയെ കാണും. പുള്ളി അവിടെ കിടന്നൊരു കാറെടുത്ത് അങ്ങോട്ടേക്ക് ചെല്ലും. എന്നിട്ട് ആ സൈഡ് ഡോർ പൊളിച്ച് അതുകൊണ്ട് അവിടെയുള്ള ആൾക്കാരെ ഇടിച്ചു വീഴ്ത്തും. പിന്നെ എല്ലാരെയും ബാലയെ ഇടിച്ചു കൊല്ലും. അതിലെ മെയിൻ ഗുണ്ട പുള്ളിയെ കണ്ടതും ഹാർട്ട് അറ്റാക്ക് ഒന്നുമായിരിക്കും. അപ്പോഴേക്കും ഗ്രാമത്തിലെ ആൾക്കാരൊക്കെ അങ്ങോട്ടേക്ക് ഓടിക്കൂടും. അപ്പോഴാണ് ഞെട്ടിക്കുന്ന ട്വിസ്റ്റ്. ബാലയെ ശരിക്കും ധർമ്മ എന്നൊരു പോലീസുകാരനായിരുന്നു. പുള്ളി ടിവിയിൽ സൂം ചെയ്ത് നോക്കിക്കൊണ്ടിരുന്ന പെണ്ണെ ശരിക്കും പുള്ളിയുടെ കാമുകിയായിരുന്നു. അങ്ങനെ ഗ്രാമത്തിലുള്ളവർ ധർമ്മയുടെ കഥ പറയാൻ തുടങ്ങി. ഗ്രാമത്തിൽ പണ്ട് ഗുണ്ടകൾ വരുമ്പോ ബാലയെയാണ് അവര് തല്ലി ഓടിച്ചിരുന്നത്. വില്ലനായ ഭവാനി ചേട്ടനായ പ്രകാശ് രാജുമായി ഒടുക്കും. പ്രകാശ് രാജിനെയും മകളെയും ഭവാനിയുടെ അടുത്തുനിന്ന് രക്ഷിക്കുന്നത് നമ്മുടെ ബാലയ്യാണ്. അവരെ ഗ്രാമത്തിൽ കൊണ്ടുപോയി വിട്ട ശേഷം വില്ലനെ വീഡിയോ കോൾ ചെയ്ത് ഗ്രാമത്തിലെ ആൾക്കാരെ കാണിച്ച് ബാലയ്യ ഭവാനിയെ പേടിപ്പിക്കും. ആ ടൈമിലാണ് ബാലയ്യക്ക് കാമുകി സെറ്റ് ആവുന്നത്. പിന്നെ അവളുടെ കൂടെ ഒരു സോങ്. അതേസമയം പ്രകാശ് രാജ് അനിയനെ കണ്ട് നാളെ മുതൽ നീയും കൃഷി ചെയ്യാൻ വന്നോന്ന് പറയാൻ ചെല്ലും. കാരണം കൃഷി ചെയ്താൽ നല്ലവനാവുമെന്നാണ് പ്രകാശ് രാജിന്റെ പോളിസി. തന്റെ ജീവിതത്തിൽ ഒരിക്കലും ഒരു വാഴ പോലും വയ്ക്കില്ലെന്ന് ഭവാനി പറഞ്ഞപ്പോ പ്രകാശ് രാജ് തോക്കെടുത്ത് അനിയനെ കൊല്ലാൻ വെടിവെക്കും. പുള്ളി ഒരു ഷാർപ്പ് ഷൂട്ടർ ആയതുകൊണ്ട് എല്ലാ ബുള്ളറ്റും അനിയന്റെ മേത്ത് കൊള്ളാണ്ട് വെടിവെച്ചു. ഐ തിങ്ക് ഹി സ്റ്റിൽ ലവ്സ് ഹിം. പക്ഷെ ഭവാനി പുള്ളിയെ തീർക്കും. എന്നിട്ട് വെങ്ങിപ്പൊട്ടി കരയും. ചേട്ടനോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, ചേട്ടന്റെ സ്വത്ത് തന്റെ പേരിലേക്ക് മാറ്റുന്നതിന് മുന്നേ പുള്ളി വടിയായതുകൊണ്ടാണ്. നല്ല അനിയൻ. രാജിന്റെ മകളെ രക്ഷിക്കാൻ പോകുന്നതിന്റെ ഇടയ്ക്ക് ട്രെയിനിൽ നിന്ന് ചാടിയപ്പോഴാണ് പുള്ളിയുടെ ഓർമ്മ നഷ്ടപ്പെടുന്നതും ചേച്ചിക്ക് പുള്ളിയെ കിട്ടുന്നത്. അങ്ങനെ ബാലയുടെ കഥയായിട്ട് ബാലയെ എന്റെ രോമാഞ്ചം കൊണ്ട് നിന്ന ശേഷം ലെനയും പുള്ളി എന്നെ തട്ടും. ഇനി ഇവൻ നിങ്ങൾക്കുള്ളതെന്നും പറഞ്ഞ് ബാലയെ ഗ്രാമത്തിലേൽപ്പിച്ച് ചേച്ചി യാത്ര പറയും. ചേച്ചി വളരെ വിഷമത്തോടെ കരഞ്ഞുകൊണ്ടാണ് പോകുന്നത്. കരഞ്ഞുകൊണ്ട് തന്നെയല്ലേ പോണേ.